തന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒറ്റിക്കൊടുക്കുന്ന പെയ്ഡ് പ്രൊമോഷന്റെ മറ്റൊരു വ്യക്തിമോ ആത്മഹത്യ പോലും ചെയ്തു. ആട്ടും തോലിട്ട ചെന്നായിക്ക് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച പ്രോബ്ലം ആണെന്ന് അവർക്ക് അറിയുകയും ചെയ്യും. റിപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സോ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സോ പറയുന്നത് കേട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയോ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയോ ഏതെങ്കിലും ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? അവർ തന്ന എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ കഴിയാതെ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ടോ? വെൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിസപ്റ്റീവ് പെയ്ഡ് പ്രൊമോഷന്റെ മറ്റൊരു വ്യക്തിമാവുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെയും യൂട്യൂബേഴ്സിന്റെയും കുപ്പായത്തിൽ വരുന്ന ചെകുത്താന്മാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. തന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒറ്റിക്കൊടുക്കുന്ന ഏത് ഷെയ്ഡി ബ്രാൻഡ്സിന് വേണ്ടിയും എന്തും വിറ്റുകൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഹിയർ മണി ഓഫൺ സ്പീക്സ് ലൗഡർ ദാൻ ഹോണസ്റ്റി. പ്രൊമോഷന്റെ ഭാഗമായി പണം വാങ്ങിക്കുന്നത് ഒരു തെറ്റല്ല. പക്ഷേ ഇത് റിയൽ പ്രോബ്ലം സ്റ്റാർട്ട്സ് വെൻ പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് വിൽക്കാൻ തയ്യാറാവുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും കളം നിറയുമ്പോഴാണ് ഇവരാരും തന്നെ ഈ പ്രൊഡക്റ്റോ സർവീസോ ജന്മത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവുകയില്ല. ഇത് ഉപയോഗിച്ച പ്രോബ്ലം ആണെന്ന് അവർക്ക് അറിയുകയും ചെയ്യും. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്റെ ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഇത്തരം സ്കാമുകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ആട്ടും തോലിട്ട ചെന്നായിക്കൾ. ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ സ്പോൺസേർഡ് ആഡ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അത് ഓഡിയൻസിന് വിസിബിൾ ആവുന്ന തരത്തിൽ കാണിക്കുകയും അതുപോലെ തന്നെ ഓഡിബിൾ ആവുന്ന രീതിയിൽ പറയുകയും ചെയ്യേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണ്. അത് നിയമത്തിലും ഉള്ളതാണ്. യൂട്യൂബിലാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഇൻക്ലൂഡ്സ് ആഡ്സ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇത് ആഡ് ആണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒപ്പം വീഡിയോയിൽ അത് പറയുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇത് സ്പോൺസേർഡ് ആഡ് ആണെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വേണം പ്രൊമോട്ട് ചെയ്യാൻ. പക്ഷെ ഇവരെല്ലാം തന്നെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അത്തരത്തിൽ ചെയ്യുന്നതിന് ബ്രാൻഡുകൾ കൂടുതൽ പണം കൊടുക്കുകയും ചെയ്യും. നമുക്ക് ലൈവായി തന്നെ അറിയാവുന്നതാണ്, ചില സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്തിട്ടുള്ള ഗാംബ്ലിംഗ് പ്രൊമോഷൻസ് കാരണം ഇന്ത്യയിൽ കടക്കെണിയിൽപ്പെട്ടവർ നിരവധി. ചിലർ സാമ്പത്തിക ബാധ്യത കൊണ്ട് ആത്മഹത്യ പോലും ചെയ്തു. ഞാൻ ഈ മൊബൈൽ മേടിക്കാനുള്ള പൈസ 2 ദിവസം ഗെയിം കളിച്ചുണ്ടാക്കിയതാണ്. നിങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ക്യാഷ് ഏൺ ചെയ്യും. ബ്രാൻഡുകൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റുകൾ നോക്കി വായിക്കുക എന്നതാണ് ചില ഫാഷൻ ആൻഡ് സ്കിൻ കെയർ ഇൻഫ്ലുവൻസേഴ്സിന്റെ മെയിൻ ദൗത്യം. അവർ ചെയ്ത് അവരുടെ ശരീരത്തിൽ എന്തോ മാറ്റം ഉണ്ടായെന്ന രീതിയിൽ ഒരു ഫേക്ക് എക്സൈറ്റ്മെന്റ് ഒക്കെ ഇട്ടാണ് ഈ സ്കിൻ കെയറുകാരുടെ വരവ്. പണ്ട് ഇവരൊക്കെ കാണാൻ ഇങ്ങനെ ആയിരിക്കും, ഇപ്പൊ എല്ലാവരും ട്രാൻസ്ഫോം ആയി ഇങ്ങനെ ആയിരിക്കും. നിങ്ങളോട് 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. நான் உங்களுக்கு 100 வாட்டி மேல சொல்லிருப்பேன். ഡൾനെസ് ഡാർക്ക് സ്പോട്ട് കളയാനും உங்க டார்க் ஸ்பாட் அண்ட் டல்னஸ் ரிமூவ் பண்ணுங்க. സ്കിൻ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് உங்க பிரைட் ஸ்கின் வேணும்னா ആന്റി ഓക്സിഡന്റ് യൂസ് ചെയ്യണം. ஆன்டி ஆக்சிடென்ட் யூஸ் பண்ணுங்க. 16 മടങ്ങ് டைம்ஸ் பெட்டரான. ട്രസ്റ്റ് മീ. ഇതിൽ പലതും മെഡിസിൻസ് ആണ്. ഇത് പ്രിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാനോ കഴിവില്ലാത്ത കുറെ ആളുകൾ. ഇതേപോലെ തമിഴ്നാട്ടിൽ ടെക് ബോസ്, ടെക് സൂപ്പർ സ്റ്റാർ തുടങ്ങിയ ചാനലുകൾ നടത്തിക്കൊണ്ടുവന്നിരുന്ന സുദർശൻ എന്ന ഒരു വ്യക്തി ബ്രാൻഡുകളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് പണം വാങ്ങി ഓഡിയൻസിനെ പറ്റിച്ച കേസിൽ എക്സ്പോസ് ആയിട്ടുണ്ട്. കേരളത്തിലെ ടെക് ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എല്ലാ ബ്രാൻഡുകളും പുതിയൊരു മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ വന്നു കഴിഞ്ഞാൽ അതിനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഈ ടെക് ഇൻഫ്ലുവൻസേഴ്സിന് അയച്ചു കൊടുക്കും. അവർ ആ സ്ക്രിപ്റ്റ് നോക്കി വായിക്കുക എന്നതാണ് ഇവരുടെ ജോലി. അതിനുള്ള പണവും അവർക്ക് ലഭിക്കും. പ്രധാനമായും 2 തരത്തിലാണ് ഇത്തരം പ്രൊമോഷൻസ് നടക്കുന്നത്. ഒന്ന് ഇന്റഗ്രേറ്റഡ് ആയി ഒരു വലിയ വീഡിയോയ്ക്കിടയിൽ വരും, ഈ കരിക്കിനകത്തൊക്കെ വരുന്ന പോലെ. മറ്റു ചിലത് ഒരു മുഴുവൻ വീഡിയോ തന്നെ ഒരു പ്രൊമോഷൻ ആയിരിക്കും. ടെക് ചാനൽസ്, ഓട്ടോമോട്ടീവ് ചാനൽസ്, ഫുഡ് ബ്ലോഗ്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഒരു ടെക് ചാനലിൽ ഒരു മൊബൈൽ ഫോൺ റിവ്യൂ ആണെങ്കിൽ ആ മുഴുവൻ വീഡിയോയും ഒരു പ്രൊമോഷൻ ആയിരിക്കും. അതിന് കൂടുതൽ പണം ലഭിക്കും. ഫുഡ് ബ്ലോഗ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലുകാര് പണം ഓഫർ ചെയ്യുന്നതിനനുസരിച്ച് അവരവിടെ പോയി ആ റെസ്റ്റോറന്റ് കവർ ചെയ്യും. അത് ഒരു മുഴുനീള ആടാണ്, അതിനും കൂടുതൽ പണം ലഭിക്കും. അതുപോലെ ഒരു കാർ ഇറങ്ങിയാൽ ആ കാർ പ്രൊമോഷനും ഒരു മുഴുനീള വീഡിയോ ആയിരിക്കും. ആ വീഡിയോ അത്രയും ഒരു ആഡുമായിരിക്കും. എന്നാൽ ഇന്റഗ്രേറ്റഡ് ആഡ് ചെയ്യുന്നവർക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് പണം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞെന്ന് മാത്രം. അടുത്ത തവണ ഒരു ടെക് വീഡിയോ അല്ലെങ്കിൽ ഒരു ഓട്ടോമോട്ടീവോ ഫുഡ് ബ്ലോഗ് കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു നാച്ചുറലി സംഭവിക്കുന്ന വീഡിയോ അല്ല, പകരം ഇതൊരു ആഡാണ് എന്നുള്ളത്. ഈ ഫുഡ് ബ്ലോഗേഴ്സിന്റെ അതിപ്രസരം കാരണം ആളുകൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. കുക്കിംഗ് പോലൊരു ബേസിക് സ്കില്ല് ഇന്നത്തെ യുവാക്കളിൽ പലർക്കും വശമില്ല. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. പൊണ്ണത്തടിയും അതുമൂലം ഉണ്ടാവുന്ന മറ്റു രോഗങ്ങളും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. മറ്റൊരു സാമൂഹിക വിപത്താണ് ട്രേഡേഴ്സ്. ക്രിപ്റ്റോ ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് തുടങ്ങി ട്രേഡിംഗിൽ കിട്ടിയ വരുമാനം കാണിച്ചുകൊണ്ട് ഒരു ഫോമോ എഫക്റ്റ് ഉണ്ടാക്കി ആളുകളെ കൊണ്ട് ട്രേഡിംഗ് കോഴ്സുകൾ വാങ്ങിപ്പിക്കുക എന്നാണ് ഇവരുടെ രീതി. ശ്രദ്ധിച്ചു കേൾക്കുക, ഇവരാരും ട്രേഡ് ചെയ്ത് പണം ഉണ്ടാക്കുന്നില്ല, പകരം ഇവര് ട്രേഡിംഗ് കോഴ്സുകൾ വിറ്റാണ് പണം ഉണ്ടാക്കുന്നത്.
സ്റ്റീറോയിഡുകൾ ഉപയോഗിച്ച് മസിൽ ഉണ്ടാക്കി താൻ എൻഹാൻസ്ഡ് ആണെന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട് ക്ലയൻസിനെ പിടിക്കുന്ന ജിം പ്രോസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറെ അധികം ഉണ്ട്. എൻഹാൻസ്ഡ് ആണെന്ന് തുറന്നു പറയുന്നവർക്കും നാച്ചുറലായി ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നവർക്കും ഒരു സല്യൂട്ട്. അമ്മേ, കഴിഞ്ഞ ആഴ്ചയിൽ ഉരുണ്ടിട്ടില്ലേ എന്ത്? എന്റെ മസില്? ഓ, മസില്. പിന്നെ ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒരു ഗവൺമെന്റ് ഇന്റർഫിയറൻസോ പോലീസ് അന്വേഷണമോ ഇക്കാര്യത്തിൽ വന്നാൽ താൻ ഉണ്ടാക്കി വെച്ച പ്രൊമോഷണൽ മെറ്റീരിയൽസ് അത്രയും ഡിലീറ്റ് ചെയ്ത് വീഡിയോ മുക്കി തലയിൽ കൂടെ മുണ്ടിട്ട് മുങ്ങാന്നുള്ളതാണ് ഇവരുടെ രീതി. കാലാകാലങ്ങളായി മാർക്കറ്റിംഗ് രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതികൾ മാറി പിന്നീട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ തന്നെ ഒരു ആധുനിക രീതിയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. എന്തുകൊണ്ടായിരിക്കും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇത്രയും പ്രാബല്യത്തിൽ വന്നത്? കാരണം ഈ ഇൻഫ്ലുവൻസേഴ്സിനെയും യൂട്യൂബേഴ്സിനെയും നമ്മൾ കേവലം ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാത്രമല്ല കാണുന്നത്. അവരിൽ പലരെയും നമ്മളിൽ ഒരാളെ പോലെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സുഹൃത്തിനെ പോലെയോ നമ്മളൊരു കസിനെ പോലെയോ ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്നത് ഒരു പെയ്ഡ് എൻഡോഴ്സ്മെന്റ് ആണെന്ന് പോലും മനസ്സിലാക്കാതെ നമ്മുടെ ഫ്രണ്ട് ഒരാൾ ഒരു സാധനം ഉപയോഗിച്ചു, അയാൾക്ക് റിസൾട്ട് കിട്ടി, സോ നമ്മളോടും പറയുന്നു, നമ്മളും വാങ്ങുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളിൽ പലരും ഈ ട്രാപ്പിൽ വീഴുന്നത്. ഒരു തരം ചീറ്റിംഗ്. ഇനി ഇതുകൊണ്ട് ആരാണ് സഫർ ചെയ്യുന്നത്? വേറെ ആരാ? നമ്മൾ ഓഡിയൻസ്, സുഹൃത്തുക്കളെ. അവർക്കൊരു പേജ് നഷ്ടപ്പെട്ടാൽ മറ്റൊരു പേജ്, അവർക്കൊരു ചാനൽ നഷ്ടപ്പെട്ടാൽ മറ്റൊരു ചാനൽ. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടാലോ? നമ്മുടെ ഹാർഡ് ഏൺഡ് മണി. ഇതിൽ ആദ്യം മാറേണ്ടത് ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ്. ഒരു പ്രൊഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുന്നേ അവര് തന്നെ പേഴ്സണലി കുറച്ച് നാൾ അത് ഉപയോഗിച്ചതിന് ശേഷം ഹോണസ്റ്റ് ആയ ഒരു റിവ്യൂ വേണം പറയാൻ. ഒരു ബ്രാൻഡ് പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ട് അത് ഡിസ്ക്ലോസ് ചെയ്യാതെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ റിപ്പോർട്ട് ചെയ്യുക. നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നിലനിൽപ്പിന്റെ ഭാഗമായി അവര് തന്നെ അവരുടെ വീഡിയോയിൽ ഡിസ്ക്ലോസ് ചെയ്തു തുടങ്ങും. അതുപോലെ തെറ്റ് പറ്റിയാൽ അവർ നമ്മളോട് നേരിട്ട് സംസാരിക്കേണ്ടി വരും. കാരണം ഇവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണല്ലോ ഇത്. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത 4 കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുകയാണ്. അതിന്റെ ഒപ്പം തന്നെ ഫർദർ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ പറയുന്നു. ആസ് എ ബയർ നമ്മൾ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെയും വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് കൃത്യമായി റിസർച്ച് ചെയ്യുക, സ്വന്തമായി പഠിക്കുക. അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് നമ്മളെ പറ്റിക്കും. സോ എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. സോ ഇത്തരം അൺഎത്തിക്കൽ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ യൂട്യൂബേഴ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വിൽ മീറ്റ് യു നെക്സ്റ്റ് ടൈം. താങ്ക് യു.